ഇറാനിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇസ്രായേലിന്റെ F-35 എന്നറിയപ്പെടുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇറാന്റെ വ്യോമ മേഖലയിൽ തകർത്തു എന്നാണ്. ഈ യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പൈലറ്റിനെയാണ് ഇറാൻ അറസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് നാലാമത്തെ യുദ്ധവിമാനമാണ് ഇറാൻ തകർക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ഇറാന്റെ എയർ സ്പേസ് വളരെ സുരക്ഷിതമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. ഇവിടെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് F-35 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനം. ഇത് സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. ഇതിന് റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ ഇറാന്റെ മിസൈലുകൾ, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഈ വിമാനങ്ങളെ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് തകർക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രയേലിന് മുകളിലൂടെ ഇറാന്റെ അറാസ് 2 എന്നറിയപ്പെടുന്ന ഡ്രോൺ പറക്കുന്ന ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇസ്രായേലിന്റെ മുകളിലൂടെ അറാസ് 2 എന്നറിയപ്പെടുന്ന ഡ്രോൺ പറക്കുകയും ലക്ഷ്യം ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം MQ റീപ്പർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സ്റ്റെൽത്ത് ശക്തിയുള്ള ഡ്രോൺ പറക്കുമ്പോഴേക്ക് ഹൂത്തികൾ വരെ അതിനെ പരാജയപ്പെടുത്തുന്നു, ലക്ഷ്യം വെക്കുന്നു. എന്നാൽ ഇറാന്റെ കയ്യിൽ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ തകർക്കാനുള്ള സംവിധാനങ്ങളും റഡാറുകളും ഉണ്ട് എന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ചർച്ച ഈ റഷ്യയുടെ S-300-നും 400-നും ഒക്കെ അമേരിക്കയുടെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ തകർക്കാൻ കഴിയുമോ എന്നതാണ്. എന്നാൽ ഇറാൻ ആദ്യമായി ലോകത്ത് അമേരിക്കയുടെ F-35 എന്നറിയപ്പെടുന്ന ലോകത്തെ ശത്രുക്കൾക്ക് വെല്ലുവിളിയായി ഇസ്രയേലും അമേരിക്കയും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ യുദ്ധവിമാനമാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏറ്റവും വലിയ വജ്രായുധം. ഈ ആയുധം തകർക്കുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യോമ മേഖലയിലെ ആധിപത്യം അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെയാണ് ഇറാനേക്കാൾ വലുതായി ഇസ്രായേൽ നിലനിൽക്കുന്നത്. അതേസമയത്ത് മിസൈൽ ശക്തികളിൽ ഇസ്രായേൽ ഇറാന്റെ പിന്നിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇറാനും ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ രണ്ട് രാഷ്ട്രവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് തകർക്കും, ആര് തകർക്കപ്പെടും എന്നതാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാരകായുധങ്ങളിലേക്കും അതുപോലെ വലിയ നാശം വരുത്തുന്ന ആയുധങ്ങളിലേക്കും ഈ രണ്ട് രാഷ്ട്രങ്ങളെയും എത്തിക്കുമെന്നതാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ആശങ്ക. ഈ യുദ്ധം നിലനിന്നു കഴിഞ്ഞാൽ ഈ രണ്ട് രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ വ്യാപകമായ ഒരു വലിയ യുദ്ധത്തിലേക്കോ നീങ്ങുമോ എന്ന ഭയവും ഇന്ന് ലോകം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്.